ഇന്ന് നമ്മളൊരു പട്ടിയാല പാൻറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യം 4 ഫോൾഡ് ചെയ്തിടാം. ഞാൻ ഈ പാൻറ്റിൽ നിന്നാണ് എല്ലാ മെഷർമെൻറ്റ്സും എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫുൾ ലെങ്ത് 38 ഇഞ്ചസ് ആണ് വരുന്നത്. ബെൽറ്റിൻ്റെ ലെങ്ത് 8 ഇഞ്ചസ് ആണ്. ബെൽറ്റ് വിട്ടിട്ട് അതിൻ്റെ താഴത്തുനിന്ന് അടി വരെ ഉള്ള ലെങ്ത് 30 ഇഞ്ചസ് ആണ്. സീറ്റ് ലെങ്ത് 7.5 ഇഞ്ചസ് ആണ് വരുന്നത്. പാൻറ്റിൽ നിന്ന് എടുത്ത എല്ലാ മെഷർമെൻറ്റ്സും ഇതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ബോട്ടം ലെങ്ത് 30 ഇഞ്ചസ് ആണ്. പ്ലസ് 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ 32 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് താഴെ മടക്കിയടിക്കാനും പിന്നെ 1/2 ഇഞ്ച് ബെൽറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനും വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇതിൽ ഈ സൈഡാണ് ഫോൾഡഡ് സൈഡ് വരുന്നത്. ഈ പാൻറ്റിൽ ബെൽറ്റ് പോർഷൻ വിട്ടിട്ട് താഴത്തുള്ള ബോട്ടം പോർഷൻ ആ സ്ട്രെയിറ്റ് ലൈനിന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ താഴത്തുള്ള പോർഷനും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴത്തേക്ക് വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് സീറ്റ് ലെങ്ത് 7.5 ഇഞ്ചസ് ആണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ 8.5 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. തയ്യൽ തുമ്പിന് വേണ്ടി ഞാൻ 1 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇത് കേർവ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കേർവ് ആയിട്ട് വരച്ചു കൊടുക്കാം. മാർക്കിങ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ബെൽറ്റിന്റെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ബെൽറ്റിന്റെ ഫ്രണ്ട് പാർട്ട് 24 ഇഞ്ചസ് ആണ് വരുന്നത്. ബാക്ക് സൈഡും 24 ഇഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ ബെൽറ്റിന്റെ വിഡ്ത്ത് ടോട്ടൽ 49 ഇഞ്ചസ് ആണ് വരുന്നത്. ബെൽറ്റിന്റെ വിഡ്ത്തിന്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ബെൽറ്റിന്റെ ലെങ്ത് നമുക്ക് 8 ഇഞ്ചസ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ 10 ഇഞ്ചാണ് വരുന്നത്. ബാലൻസ് ഉള്ള ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബെൽറ്റിന്റെ വിഡ്ത്ത് 24.5 ഇഞ്ചസ് ആണ്. അപ്പോൾ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഓപ്പൺ സൈഡിൽ 24.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ അതിൽ വരച്ചു കൊടുക്കണം. ആ ബാലൻസ് ഉള്ള സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നോക്കുമ്പോൾ 1 ഇഞ്ചാണ് ബാലൻസ് ഉണ്ടാവുക. അത് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ വരച്ചു കൊടുത്ത സ്ട്രെയിറ്റ് ലൈനിൽ ആദ്യം ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. നമുക്ക് ബെൽറ്റ് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അതുവരെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ഇതുവരെ നിർത്തിയിട്ട് നീഡിൽ ഒന്ന് മുകളിലേക്ക് പൊക്കിയിട്ട് ആ 1 ഇഞ്ച് നെക്സ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത സ്ഥലം സ്റ്റിച്ച് ചെയ്യാതെ വിടണം. എന്നിട്ട് അതിൻ്റെ തുമ്പിന്ന് ലാസ്റ്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 1 ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫുള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഹോൾ പോലെയാണ് നമുക്ക് കാണുക. ആ ഹോൾ എന്തിനാ വെച്ചാൽ വള്ളി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഹോളാണ്. നമുക്കിപ്പോൾ ഈ 2 സൈഡും ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് എന്നിട്ട് ഒരു 1 ഇഞ്ചും കൂടി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ ആ ഹോളിൻ്റെ പോർഷൻ കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ആദ്യം ഇത് ഫോൾഡ് ചെയ്തൊന്ന് അടിച്ചു കൊടുക്കാം. ആ ഹോളിലാണ് നമ്മൾ വള്ളി വെച്ച് കൊടുക്കാൻ പോണത്. ഇപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. നെക്സ്റ്റ്
ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഹോളിലെ സ്ഥലത്ത് ഒന്ന് ജസ്റ്റ് പിടിച്ചിട്ട് ബാക്ക് സൈഡിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ബെൽറ്റിൻ്റെ പോർഷനും ബോട്ടമിൻ്റെ പോർഷനും അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബെൽറ്റിൻ്റെ ലെങ്ത് ഇപ്പോൾ 8.5 ഇഞ്ചസ് ആണ്. 1/2 ഇഞ്ച് നമുക്ക് ബോട്ടമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ്. നമുക്കിപ്പോൾ ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് നല്ല വശം മുകളിൽ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വൺ ഇഞ്ച് വീതിയിൽ ഒരു ക്യാൻവാസ് സ്ട്രിപ്പ് എടുത്തിട്ട് ആദ്യം 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 1 ഇഞ്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ആങ്കിൾ റൗണ്ട് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണം. എന്നിട്ട് സെൻറ്റർ പോർഷൻ വരുമ്പോൾ 1/2 ഇഞ്ചായിട്ട് റെഡ്യൂസ് ചെയ്യണം. വീണ്ടും അവിടെ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ 1 ഇഞ്ച് രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബെൽറ്റ് പോർഷൻ കൂടി അറ്റാച്ച് ചെയ്യണം. അതിന് നല്ല വശം ഉള്ളിലേക്കും ചീത്തവശം പുറത്തേക്കും ഇങ്ങനെ തിരിച്ചിടണം. പിന്നെ ബെൽറ്റ് പോർഷൻ ഞാൻ കാണിക്കുന്ന രീതിയിൽ കറക്റ്റ് അപ്സൈഡ് ഡൗൺ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ മുകളിലേക്കും പിന്നെ വള്ളി വരുന്ന സൈഡ് താഴത്തേക്കും ഈ രീതിയിലാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷൻ മാത്രം തിരിച്ചിട്ടിട്ടുള്ളൂ. ബെൽറ്റിൻ്റെ പോർഷൻ നല്ല വശം തന്നെ വെച്ചിട്ട് ഈ കാണിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും സെൻറ്റർ പോർഷൻ പിൻ ചെയ്ത് കൊടുക്കണം. ബോട്ടമിൻ്റെ 2 സൈഡും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതേപോലെ ബെൽറ്റിൻ്റെ 2 സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്തിട്ട് 2 സൈഡും നമുക്ക് പിൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്ലീറ്റ്സ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ഫ്രണ്ടിൽ കൂടുതലും ബാക്കിൽ കുറവും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ കറക്റ്റായിട്ട് പ്ലീറ്റ്സ് കിട്ടും. ഇപ്പോൾ ഒരു സൈഡ് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നെക്സ്റ്റ് സൈഡും പ്ലീറ്റ് ഇടണം. ഇപ്പോൾ നമ്മൾ ഏത് സൈഡാണ് ഇട്ടുവെച്ചാൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് വേണം പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട്. ബെൽറ്റും ബോട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എടുത്ത മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബെൽറ്റിൻ്റെ വിഡ്ത്ത് 24.5 ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. സീറ്റ് ലെങ്ത് 7.5 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഫുൾ ലെങ്ത് 38 ഇഞ്ചസ് ആയിരുന്നു. നമുക്ക് സെയിം ആ 38 ഇഞ്ചസ് തന്നെ കിട്ടിയിട്ടുണ്ട്. പട്ടിയാല പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ അതേപോലെ തന്നെ കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് നോക്കുക.